സൂര്യനെക്കുറിച്ച് പഠിക്കാൻ അയച്ച പേടകം. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ അയച്ച പേടകം. ഉത്തരം സോഹോ. പത്മവിഭൂഷൺ നേടിയ ആദ്യ മലയാളി ആരായിരുന്നു? പത്മവിഭൂഷൺ നേടിയ ആദ്യ മലയാളി ആരായിരുന്നു? ഉത്തരം VK കൃഷ്ണമേനോൻ. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് പശ്ചാത്തലത്തിൽ കാണുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നിലവിൽ വന്ന ചാന്ദ്ര ഉടമ്പടി മൂൺ ട്രീറ്റി പ്രാബല്യത്തിൽ വന്ന വർഷം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നിലവിൽ വന്ന ചാന്ദ്ര ഉടമ്പടി പ്രാബല്യത്തിൽ വന്ന വർഷം. ഉത്തരം 1984. ചാന്ദ്ര ഉടമ്പടി അഥവാ മൂൺ ട്രീറ്റിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് മാപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കേരള കിസിഞ്ചർ എന്ന് അറിയപ്പെടുന്നത് ആര്? കേരള കിസിഞ്ചർ എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം ബേബി ജോൺ. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് പശ്ചാത്തലത്തിൽ. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെ? അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കരമനയാർ. തിരുവനന്തപുരത്താണ് കരമനയാർ. കേരളത്തിലെ ആദ്യ കൂട്ടുകക്ഷി മന്ത്രിസഭ ആരുടെ നേതൃത്വത്തിലായിരുന്നു? കേരളത്തിലെ ആദ്യ കൂട്ടുകക്ഷി മന്ത്രിസഭ ആരുടെ നേതൃത്വത്തിൽ ആയിരുന്നു? ഉത്തരം പട്ടം എ താണുപിള്ള. അദ്ദേഹത്തിൻ്റെ ചിത്രം പശ്ചാത്തലത്തിൽ. അമാവാസി പൗർണമി ദിവസങ്ങളിലെ വേലിയേറ്റം എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? അമാവാസി പൗർണമി ദിവസങ്ങളിലെ വേലിയേറ്റം എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം സ്പ്രിംഗ് ടൈഡ്. ചിത്രത്തിൽ മുകളിൽ പൗർണമിയുടെയും താഴെ അമാവാസിയുടെയും രേഖാചിത്രം കാണിച്ചിരിക്കുന്നു. മദ്രാസ് പട്ടണത്തിൻ്റെ സ്ഥാപകൻ ആര്? മദ്രാസ് പട്ടണത്തിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം ഫ്രാൻസിസ് ഡേ. അദ്ദേഹത്തിൻ്റെ ചിത്രം പശ്ചാത്തലത്തിൽ. നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ച വർഷം ഏത്? നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ച വർഷം ഏത്? ഉത്തരം 1952. കാളിദാസനെ നായകനാക്കി ഉജ്ജയിനി എന്ന കാവ്യം രചിച്ചത് ആര്? കാളിദാസനെ നായകനാക്കി ഉജ്ജയിനി എന്ന കാവ്യം രചിച്ചത് ആര്? ഉത്തരം ONV. പശ്ചാത്തലത്തിൽ ONV. ഇന്ത്യയിൽ ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യയിൽ ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഇന്ദിരാഗാന്ധി. പശ്ചാത്തലത്തിൽ ഇന്ദിരാഗാന്ധി. ഒന്നാം പാനിപ്പത്ത് യുദ്ധം എപ്പോഴായിരുന്നു? ഒന്നാം പാനിപ്പത്ത് യുദ്ധം എപ്പോഴായിരുന്നു? ഉത്തരം 1526. കേരളത്തിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം എവിടെയാണ്? ഉത്തരം സോയിൽ അനലിറ്റിക്കൽ ലബോറട്ടറി, പാറോട്ടുകോണം, തിരുവനന്തപുരം. ശ്രീലങ്കയിൽ സുനാമി ബാധിതരെ സഹായിക്കാനായി ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ. ശ്രീലങ്കയിൽ സുനാമി ബാധിതരെ സഹായിക്കാനായി ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ. ഉത്തരം ഓപ്പറേഷൻ റെയിൻബോ. ഡാർവിൻ പോയിന്റ് എന്നാൽ എന്താണ്? ഡാർവിൻ പോയിന്റ് എന്നാൽ എന്താണ്? ഉത്തരം ചെവി. യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്?
ഉത്തരം ഗാന്ധിജി. സാമൂതിരിയുടെ കഴുത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട. സാമൂതിരിയുടെ കഴുത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട. ഉത്തരം ചാലിയം കോട്ട. സൂത്രാലങ്കാരം എന്ന കൃതി രചിച്ചത് ആര്? സൂത്രാലങ്കാരം എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം അശ്വഘോഷൻ. അശ്വഘോഷന്റെ ഗൂഗിളിൽ ലഭ്യമായിട്ടുള്ള രേഖാചിത്രമാണ് പശ്ചാത്തലത്തിൽ. ദാദാ സാഹേബ് എന്നറിയപ്പെട്ടിരുന്നത് ആര്? ദാദാ സാഹേബ് എന്നറിയപ്പെട്ടിരുന്നത് ആര്? ഉത്തരം ബാലാജി ബാജിറാവു. അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ സെർച്ചിൽ നിന്ന് ലഭിച്ച ചിത്രം പശ്ചാത്തലത്തിൽ. കുമാരനാശാൻ ജനിച്ചത് എന്നാണ്? കുമാരനാശാൻ ജനിച്ചത് എന്നാണ്? ഉത്തരം 1873 ഏപ്രിൽ 12. കുമാരനാശാന്റെ ചിത്രം പശ്ചാത്തലത്തിൽ. രണ്ടായിരത്തി മധ്യപ്രദേശ് സർക്കാർ നൽകുന്ന കാളിദാസ സമ്മാൻ ജേതാവായ മലയാളി ആര്? 2008 മധ്യപ്രദേശ് സർക്കാർ നൽകുന്ന കാളിദാസ സമ്മാൻ ജേതാവായ മലയാളി ആര്? ഉത്തരം കലാമണ്ഡലം ഗോപി. അദ്ദേഹത്തിൻ്റെ ചിത്രം പശ്ചാത്തലത്തിൽ. തമിഴ് ഭാഷയുടെയും വ്യാകരണത്തിൻ്റെയും പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? തമിഴ് ഭാഷയുടെയും വ്യാകരണത്തിൻ്റെയും പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം അഗസ്ത്യമുനി. ഇന്നത്തെ ഭൂഖണ്ഡങ്ങളെല്ലാം ഭാഗമായിരുന്ന പാൻജിയ എന്ന ഒരു ബൃഹത് ഭൂഖണ്ഡത്തെ ചുറ്റിയുണ്ടായിരുന്ന സമുദ്രം. ഇന്നത്തെ ഭൂഖണ്ഡങ്ങളെല്ലാം ഭാഗമായിരുന്ന പാൻജിയ എന്ന ഒരു ബൃഹത് ഭൂഖണ്ഡത്തെ ചുറ്റിയുണ്ടായിരുന്ന സമുദ്രം. ഉത്തരം പന്തലാസ. ചിത്രത്തിൽ കാണുന്ന പോലെ ഭൂമിയിലെ വൻകരകളെല്ലാം ഒരുമിച്ച് ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇറിസിനെ ചുറ്റുന്ന ആകാശഗോളം ഏത്? ഇറിസിനെ ചുറ്റുന്ന ആകാശഗോളം ഏത്? ഉത്തരം ഡിസ്നോമിയ. സത്യാർത്ഥ പ്രകാശം രചിച്ചത് ആര്? സത്യാർത്ഥ പ്രകാശം രചിച്ചത് ആര്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. ബൾബിൽ നിറയ്ക്കുന്ന വാതകം ഏത്? ബൾബിൽ നിറയ്ക്കുന്ന വാതകം ഏത്? ഉത്തരം ആർഗൺ. ചോളന്മാരുടെ തലസ്ഥാനം എവിടെയാണ്? ചോളന്മാരുടെ തലസ്ഥാനം എവിടെയാണ്? ഉത്തരം ഉറയൂർ. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം കൊല്ലം. ഏത് വിറ്റാമിൻ്റെ കുറവ് കാരണമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? ഏത് വിറ്റാമിൻ്റെ കുറവ് കാരണമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? ഉത്തരം വിറ്റാമിൻ സി. കേരളത്തിലെ ആദ്യ തുറന്ന വനിതാ ജയിൽ എവിടെയാണ്? കേരളത്തിലെ ആദ്യ തുറന്ന വനിതാ ജയിൽ എവിടെയാണ്? ഉത്തരം പൂജപ്പുര. ഹൊഗെനാക്കൽ വെള്ളച്ചാട്ടം ഏതു നദിയിലാണ്? ഹൊഗെനാക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഉത്തരം തമിഴ്നാട്ടിലെ കാവേരി. കീടഭോജിയായ ഒരു സസ്യം. കീടഭോജിയായ ഒരു സസ്യം
ഉത്തരം നേപ്പന്തസ്. 3 ഭൂഖണ്ഡങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന ദ്വീപരാഷ്ട്രം. 3 ഭൂഖണ്ഡങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന ദ്വീപരാഷ്ട്രം. ഉത്തരം സൈപ്രസ്. പാപനാശം കടൽത്തീരം ഏതു ജില്ലയിലാണ്? പാപനാശം കടൽത്തീരം ഏതു ജില്ലയിൽ ആണ്? ഉത്തരം തിരുവനന്തപുരം. പൂർവ്വ ദിക്കിലെ ഏലത്തോട്ടം എന്നറിയപ്പെടുന്നത് ഏതാണ്? പൂർവ്വ ദിക്കിലെ ഏലത്തോട്ടം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം കേരളം. ഏതു രാജ്യത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാനമാണ് മൗ മൗ? ഏതു രാജ്യത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാനമാണ് മൗ മൗ? ഉത്തരം കെനിയ. സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് എവിടെ? സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഉത്തരം തേവര. മണ്ണിൻ്റെ അമ്ലവീര്യം കുറക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമേത്? മണ്ണിൻ്റെ അമ്ലവീര്യം കുറക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? ഉത്തരം കുമ്മായം. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. പൊതു ആപേക്ഷികതാ സിദ്ധാന്തം ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അവതരിപ്പിച്ചതാര്? പൊതു ആപേക്ഷികതാ സിദ്ധാന്തം അതായത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അവതരിപ്പിച്ചതാര്? ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ. വേവിച്ചാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏത്? വേവിച്ചാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏത്? ഉത്തരം വിറ്റാമിൻ സി. മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായി ജമദഗ്നി മഹർഷിക്ക് രേണുകയിൽ ജനിച്ച പുത്രൻ ആര്? മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായി ജമദഗ്നി മഹർഷിക്ക് രേണുകയിൽ ജനിച്ച പുത്രൻ ആര്? ഉത്തരം പരശുരാമൻ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആര്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി. ഉത്തരം CK ലക്ഷ്മണൻ. പ്രോട്ടീനുകളുടെ അടിസ്ഥാന ഘടകം ഏത്? പ്രോട്ടീനുകളുടെ അടിസ്ഥാന ഘടകം ഏത്? ഉത്തരം അമിനോ ആസിഡ്. BC 250 ബുദ്ധമത സമ്മേളനം നടന്നത് എവിടെ? BC 250 ബുദ്ധമത സമ്മേളനം നടന്നത് എവിടെ? ഉത്തരം പാടലീപുത്രം. ഇന്ത്യയിലെ ആദ്യത്തെ സൗരനഗരം എന്ന് അറിയപ്പെടുന്നത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ സൗരനഗരം എന്ന് അറിയപ്പെടുന്നത് എവിടെ? ഉത്തരം പഞ്ചാബിലെ അമൃതസർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഇലക്ഷൻ കമ്മീഷണർ ആര്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഇലക്ഷൻ കമ്മീഷണർ ആര്? ഉത്തരം VS രമാദേവി. ദ്രാവിഡ മുന്നേറ്റ കഴകം DMK സ്ഥാപിച്ചത് ആര്? ദ്രാവിഡ മുന്നേറ്റ കഴകം DMK സ്ഥാപിച്ചത് ആര്? ഉത്തരം CN അണ്ണാദുരൈ. നക്ഷത്രങ്ങൾ കാവൽ ആരുടെ കൃതിയാണ്? നക്ഷത്രങ്ങൾ കാവൽ ആരുടെ കൃതിയാണ്? ഉത്തരം P പത്മരാജൻ. കങ്കാര, കുളു,
മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ഏത്? കങ്കാര, കുളു. മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ഏത്? ഉത്തരം ബയാസ്. ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റിയുടെ ഫെലോഷിപ്പിന് അർഹനായ ആദ്യ ഇന്ത്യക്കാരൻ ആരായിരുന്നു? ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റിയുടെ ഫെലോഷിപ്പിന് അർഹനായ ആദ്യ ഇന്ത്യക്കാരൻ ആരായിരുന്നു? ഉത്തരം രാമാനുജൻ. പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്നത് ഏത് ജീവിയാണ്? പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്നത് ഏത് ജീവിയാണ്? ഉത്തരം കാക്ക. യുനെസ്കോയുടെ ഓർമ്മ പുസ്തകത്തിൽ ഇടം നേടിയ വേദം? യുനെസ്കോയുടെ ഓർമ്മ പുസ്തകത്തിൽ ഇടം നേടിയ വേദം? ഉത്തരം ഋഗ്വേദം. കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാഷ്ട്രവും പരാജയപ്പെടും. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാഷ്ട്രവും പരാജയപ്പെടും. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തെ ഗ്രാമം ഏത്? കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തെ ഗ്രാമം ഏത്? ഉത്തരം തലപ്പാടി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആര്? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആര്? ഉത്തരം സർദാർ KM പണിക്കർ. നക്കാവരം എന്നറിയപ്പെടുന്ന ദ്വീപുകൾ ഏത്? നക്കാവരം എന്നറിയപ്പെടുന്ന ദ്വീപുകൾ ഏത്? ഉത്തരം നിക്കോബാർ ദ്വീപുകൾ. തുഞ്ചൻ ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 31. ഭാരത സർക്കാർ പ്രവാസി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഭാരത സർക്കാർ പ്രവാസി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജനുവരി 9. ഐക്യരാഷ്ട്രസഭയുടെ സോളാർ സിസ്റ്റംസ് ഫണ്ട് ലഭിച്ച ലോകത്തിലെ ആദ്യ രാജ്യം? ഐക്യരാഷ്ട്രസഭയുടെ സോളാർ സിസ്റ്റം ഫണ്ട് ലഭിച്ച ലോകത്തിലെ ആദ്യ രാജ്യം? ഉത്തരം ബംഗ്ലാദേശ്. ഉത്തരമീമാംസയുടെ കർത്താവ് ആരാണ്? ഉത്തരമീമാംസയുടെ കർത്താവ് ആരാണ്? ഉത്തരം ബദരായൻ. ക്ഷാരസ്വഭാവമുള്ള ഏകവാതകം ഏത്? ക്ഷാരസ്വഭാവമുള്ള ഏകവാതകം ഏത്? ഉത്തരം അമോണിയ. കേരളത്തിൻ്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിൻ്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ചങ്ങമ്പുഴ. സൂര്യനും ചന്ദ്രനും ചുറ്റും വലയങ്ങൾ ഉണ്ടാക്കുന്ന മേഘങ്ങൾ ഏതാണ്? സൂര്യനും ചന്ദ്രനും ചുറ്റും വലയങ്ങൾ ഉണ്ടാക്കുന്ന മേഘങ്ങൾ ഏതാണ്? ഉത്തരം സിറോസ് സ്ട്രാറ്റസ്. ആസ്പിരിൻ കണ്ടുപിടിച്ചത് ആര്? ആസ്പിരിൻ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ഫെലിക്സ് ഹോഫ്മാൻ. ചൗസ യുദ്ധത്തിൽ ഷേർഷ പരാജയപ്പെടുത്തിയത് ആരെ? ചൗസ യുദ്ധത്തിൽ ഷേർഷ പരാജയപ്പെടുത്തിയത് ആരെ? ഉത്തരം ഹുമയൂൺ. ഗോബർ ഗ്യാസിലെ അതായത് ബയോഗ്യാസിലെ പ്രധാന ഘടകം? ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം? ഉത്തരം മീഥേൻ.
ബംഗാളിൻ്റെ തലസ്ഥാനം ഏത്? ഉത്തരം കൊൽക്കത്ത. കാസ്റ്റിക് സോഡയുടെ രാസനാമം. കാസ്റ്റിക് സോഡയുടെ രാസനാമം. ഉത്തരം സോഡിയം ഹൈഡ്രോക്സൈഡ്. അതിവർഷം അഥവാ ലീപ്പ് ഇയർ എന്ന ആശയം ആദ്യം അവതരിപ്പിച്ച കലണ്ടർ ഏത്? അതിവർഷം എന്ന ആശയം ആദ്യം അവതരിപ്പിച്ച കലണ്ടർ ഏത്? ഉത്തരം ജൂലിയൻ കലണ്ടർ. MLA ആകുന്നതിനുള്ള കുറഞ്ഞ പ്രായം. MLA ആകുന്നതിനുള്ള കുറഞ്ഞ പ്രായം. ഉത്തരം 25 വയസ്സ്. കാക്കേ കാക്കേ കൂടെവിടെ ആരുടെ വരികളാണ്? കാക്കേ കാക്കേ കൂടെവിടെ ആരുടെ വരികളാണ്? ഉത്തരം ഉള്ളൂർ S. പരമേശ്വരയ്യർ. ഉള്ളൂർ സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉള്ളൂർ സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം തിരുവനന്തപുരം ജില്ലയിൽ ജഗതി എന്ന സ്ഥലത്ത്. ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ കേരളത്തിൻ്റെ സ്ഥാനം. ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ കേരളത്തിൻ്റെ സ്ഥാനം. ഉത്തരം 14. ക്യൂണിക്കൾച്ചർ എന്നാൽ എന്ത്? ക്യൂണിക്കൾച്ചർ എന്നാൽ എന്ത്? ഉത്തരം മുയൽ വളർത്തൽ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ഏത്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ഏത്? ഉത്തരം കുന്തിപ്പുഴ. കളിയച്ഛൻ ആരുടെ കവിതയാണ്? കളിയച്ഛൻ ആരുടെ കവിതയാണ്? ഉത്തരം പി. കുഞ്ഞിരാമൻ നായർ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് എഞ്ചിനീയർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് എഞ്ചിനീയർ ആരാണ്? ഉത്തരം P.K. ത്രേസ്യ. വേദാന്ത കോളേജ് 1825 സ്ഥാപിച്ചതാര്? വേദാന്ത കോളേജ് 1825 സ്ഥാപിച്ചത് ആര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഏകീകൃത തിരിച്ചറിയൽ കാർഡും നമ്പറും നൽകുന്ന ആധാർ പദ്ധതി ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഏകീകൃത തിരിച്ചറിയൽ കാർഡും നമ്പറും നൽകുന്ന ആധാർ പദ്ധതി ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഉത്തരം മഹാരാഷ്ട്ര. ദേശീയ നിയമദിനം എന്നാണ്? ദേശീയ നിയമദിനം എന്നാണ്? ഉത്തരം നവംബർ 26. ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ഏത്? ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ഏത്? ഉത്തരം 1882. വായുവിൽ സ്വയം കത്തുന്നതിനാൽ വെള്ളത്തിനടിയിൽ സൂക്ഷിക്കുന്ന മൂലകം ഏത്? വായുവിൽ സ്വയം കത്തുന്നതിനാൽ വെള്ളത്തിനടിയിൽ സൂക്ഷിക്കുന്ന മൂലകം ഏത്? ഉത്തരം വെളുത്ത ഫോസ്ഫറസ്. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് എവിടെ? ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് എവിടെ? ഉത്തരം ബാംഗ്ലൂർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് IIM സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കോഴിക്കോട്.
കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര? കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം 140. പയ്യൻ കഥകൾ ആരുടെ കൃതിയാണ്? പയ്യൻ കഥകൾ ആരുടെ കൃതിയാണ്? ഉത്തരം VKN. പ്രതിമയും രാജകുമാരിയും ആരുടെ കൃതിയാണ്? പ്രതിമയും രാജകുമാരിയും ആരുടെ കൃതിയാണ്? ഉത്തരം P. പത്മരാജൻ. പറക്കും ഫിൻ എന്നറിയപ്പെട്ടിരുന്ന പ്രസിദ്ധ അത്ലറ്റ് ആരായിരുന്നു? പറക്കും ഫിൻ എന്നറിയപ്പെട്ടിരുന്ന പ്രസിദ്ധ അത്ലറ്റ് ആരായിരുന്നു? ഉത്തരം പാവോ നൂർമി. ലണ്ടൻ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ്? ലണ്ടൻ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ്? ഉത്തരം തേംസ്. മികച്ച കർഷക വനിതയ്ക്ക് കൊടുക്കുന്ന അവാർഡ് ഏത്? മികച്ച കർഷക വനിതയ്ക്ക് കൊടുക്കുന്ന അവാർഡ് ഏത്? ഉത്തരം കർഷക തിലകം. കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം കൊല്ലത്ത് മലനട എന്ന സ്ഥലത്ത്. ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ജമ്മു കാശ്മീർ. മാതൃഭൂമി പ്രസിദ്ധീകരണം തുടങ്ങിയ വർഷം ഏത്? മാതൃഭൂമി പ്രസിദ്ധീകരണം തുടങ്ങിയ വർഷം ഏത്? ഉത്തരം 1923 മാർച്ച് 18. ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയ യന്ത്രമനുഷ്യൻ ഏത്? ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയ യന്ത്രമനുഷ്യൻ ഏത്? ഉത്തരം ലൂണോ ഖോട്ട്. ഏറ്റവും കൂടുതൽ രാജ്യാന്തര വിമാനത്താവളങ്ങൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഏറ്റവും കൂടുതൽ രാജ്യാന്തര വിമാനത്താവളങ്ങൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥി ഏത്? ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥി ഏത്? ഉത്തരം തൈറോയിഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത്? ഉത്തരം രാജസ്ഥാനിലെ ഥാർ മരുഭൂമി. ആലത്തൂർ സ്വാമികൾ എന്ന് അറിയപ്പെടുന്നത് ആര്? ആലത്തൂർ സ്വാമികൾ എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി. 3 സംസ്ഥാനങ്ങൾക്കുള്ളിലായി ചിതറിക്കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? 3 സംസ്ഥാനങ്ങൾക്കുള്ളിലായി ചിതറിക്കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം പുതുച്ചേരി. ഫിൻലാൻഡിൻ്റെ ദേശീയ പക്ഷി ഏത്? ഫിൻലാൻഡിൻ്റെ ദേശീയ പക്ഷി ഏത്? ഉത്തരം അരയന്നം.